എൻ്റെ പൊന്നോ, എത്ര നേരമായി നമ്മളിവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വിച്ചൂട്ടനത് എവിടെ പോയി കിടക്കാണാവോ? നിങ്ങളുടെ പപ്പ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് മീറ്റിങ്ങിന് പോയില്ലായിരുന്നേ, ഇപ്പം നമ്മൾ അവിടെ എത്തിയേനെ. ലൂസിയോട് ഞാൻ ഇനി എന്ത് പറയും കർത്താവേ? മമ്മി പറഞ്ഞത് ശരിയാ, പപ്പ ഉണ്ടായിരുന്നേ നമ്മളിപ്പോൾ അവിടെ എത്തിയേനെ. ഈ വിച്ചൂട്ടൻ അവൻ നമ്മളെ റെഡിയാക്കി എടുത്തിട്ട് ഇതെവിടെ പോയതാ? ചേച്ചി, എനിക്കൊരു ഡൗട്ട്. ഈ ലൂസി ആൻറ്റി, മാത്യു ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞു. അവരുടെ വീട്ടിലിതാ ഇപ്പൊ കല്യാണം കൂടാൻ പോവാ. എന്നിട്ട് ഇവൾക്ക് റിലേഷൻ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ പോവാൻ പോകുന്നേ നമ്മുടെ മമ്മിയുടെ നാട്ടിലേക്കാ, മൂന്നാറിലേക്ക്. അവിടെ ഉള്ളത് മമ്മിയുടെ ആങ്ങള ജോസഫും പിന്നെ ഭാര്യ ലൂസിയും പിന്നെ മക്കളായ മാത്യു, മെറി, എൽദോ ചൈന മൂത്തത് ആളുടെയാണ് കല്യാണം. പിന്നെ മാത്യുവിനെ നീ കണ്ടിട്ടുണ്ട്, പുള്ളി ഡോക്ടറാണ്. അന്ന് മോളിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ. പിന്നെ മെറിൻ, അവളെ നഴ്സിംഗിന് പഠിക്കുക. എവിടെയായിരുന്നാടാ നീ ഇത്ര നേരം? ഞങ്ങൾ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയും. ഇനി മൂന്നാർ എത്തുമ്പോൾ ഇരുട്ടാവും. ആൻറ്റി, അവൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. ബട്ട് ഒരു പ്രശ്നം പറ്റി. അവൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അവൻ്റെ കാലിന് ചെറിയൊരു ചിഹ്നലുണ്ട്. എന്നാ പറ്റിയടാ നിനക്ക്? മമ്മി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ മാത്യു ചെയ്യാൻ വെറുതെ ഓരോന്ന് പറയുക. ചെക്ക കളിക്കല്ലേ. 2-3 ദിവസം നന്നായി റെസ്റ്റ് എടുത്തില്ലെങ്കിലേ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഇവനിപ്പോൾ മൂന്നാർ കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്. അവിടെ പൂനെ നവന്മാർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് അടിക്കാൻ വന്നിട്ട് ഇവരുണ്ടാക്കി പുകില് നമ്മൾ കണ്ടതല്ലേ. ഇവനെ ഇവിടെ തന്നെ ഇരുത്തുന്നതാവും നല്ലത്. എന്നാ മാത്യുവിന്റെ കൂടെ നിങ്ങൾ രണ്ടാളും പൊക്കോ. മമ്മി ഇവനെ നോക്കി ഇവിടെ ഇരിക്കാം. അയ്യോ, അത് ശരിയാവില്ല ആൻറ്റി. മമ്മി ഒന്നാമത്തേലെ കലിപ്പില്ല. പിന്നെ മെറിനും കല്യാണത്തലേന്ന് എത്തും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ ശരിയാവത്തില്ല. എന്തായാലും ആൻറ്റിയും ചേച്ചിയും വന്നേ പറ്റൂ. 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. കൂക്കി നിൽക്കട്ടെ ഇവിടെ. അയ്യോ, അതൊന്നും ശരിയാവത്തില്ലടാ. കൂക്കിമോൾക്കതൊരു ബുദ്ധിമുട്ടാവും. മമ്മി ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ. പിന്നെ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ നിന്നോളാം ഇവിടെ. മമ്മിയും ജെസി ചേച്ചിയും ഹാപ്പി ആയിട്ട് പോയിക്കോ. അപ്പം ഇനി ഒന്നും നോക്കണ്ട. ആൻറ്റി, ജെസി വേഗം വന്ന് വണ്ടി കയറി. ഇരുട്ട് മുമ്പേ നമുക്ക് അങ്ങോട്ട് എത്താനുള്ളതാ. കാല് ശ്രദ്ധിച്ചേക്കണേടാ. കൂക്കിമോളെ, മമ്മി എന്നാ ഇറങ്ങാം. മാത്യു ഡോക്ടറെ വാക്കും കേട്ട് മമ്മിയോട് കള്ളം പറഞ്ഞു. എന്തേലും അവിടെ കൂക്കിയോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് അറിയണം. ബീജോയ്, എന്താലോചിച്ചിരിക്കുക? അവരുടെ കൂടെ പോകാത്തതിൽ വിഷമമുണ്ടോ? പിന്നെ കാലിന് നല്ല വേദന ഉണ്ടാവൂലേ? ഇല്ലടോ, വേദനയൊന്നുമില്ല. പിന്നെ എനിക്കിവിടെ കൂട്ടിന് ഞാനുണ്ടല്ലോ, അതുകൊണ്ട് വിഷമമില്ല. ഞാനെന്നാ റൂമിലേക്ക് പോവാ. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്സ് തീർക്കാനുണ്ട്. ഓക്കെ, ശരിയെന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. കൂക്കിമേടെ അവിടെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? അവളെ പോയി ഒന്ന് ഹഗ് ചെയ്യണമെന്നൊക്കെയുണ്ട്. ബട്ട് ടൈം ആവട്ടെ. കൂക്കി, തന്നെ സ്വപ്നം കാണല് കഴിഞ്ഞില്ലേ? അത് പിന്നെ വീച്ച, ഞാൻ സ്വപ്നം കാണുമെന്നല്ലായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടു. അതിലെ 2 നക്ഷത്രങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടതാ. താൻ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ വീച്ച, ആ ആകാശത്തുള്ള 2 നക്ഷത്രങ്ങൾ അതെൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ജനിച്ചപ്പോഴേ അമ്മ അങ്ങ് പോയി. പിന്നെ ചേട്ടനും അച്ഛനും കൂടെ എന്നെ വളർത്തിയത്. എൻ്റെ 16 വയസ്സിൽ അച്ഛനും ഞങ്ങളെ വിട്ടുപോയി. തൻ്റെ അച്ഛനൊക്കെ എന്താ പറ്റിയത്? അച്ഛനെ കിട്ടിയ ഒരു അവാർഡായിരുന്നു അച്ഛൻ്റെ മരണം. അച്ഛനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. സത്യം മാത്രം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ്. അച്ഛൻ്റെ ഫ്രണ്ട് ഹരിയങ്കിൾ അച്ഛന് ഹൈദരാബാദിലുള്ള വലിയൊരു ന്യൂസ് ചാനലിൽ ജോലി ശരിയാക്കി. ഞങ്ങളെയും കൊണ്ട് അച്ഛനിങ്ങ് പോന്നു. എല്ലാം നന്നായിട്ട് തന്നെയാണ് പോയത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി ചേട്ടൻ ഡൽഹിയിലേക്കും പോയി. എല്ലാം വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞത്. +1 വെക്കേഷൻ ടൈമായിരുന്നു. ഡൽഹി കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വാശി പിടിച്ചു. അച്ഛന് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ നാട്ടിൽ വന്ന് എന്നെയും കൂട്ടി ഡൽഹിയിലേക്ക് മടങ്ങി. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു കോള് വന്നു. ആ കോളിന് ശേഷം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് ട്രെയിൻ കയറി. ഒത്തിരി പ്രാവശ്യം ചോദിച്ചെങ്കിലും ചേട്ടൻ എന്നോട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല.
എങ്കിലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഡോ എന്നിട്ട് എന്തായി? ഹരിയത് ഞങ്ങൾ കൊണ്ടുപോയത് ഒരു മോർച്ചറിയിലേക്കായിരുന്നു. അവസാനമായിട്ട് ഞങ്ങളുടെ പാപ്പച്ചന്റെ മുഖം ഒന്ന് കാണാൻ പോലെ കിട്ടിയില്ല. കത്തിച്ചു കളഞ്ഞു അവര്. ഞാനും ചേട്ടന് തീരുമാനിച്ചു ഞങ്ങളുടെ അച്ഛനോട് ഇത് ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന്. ചേട്ടൻ IPS എടുത്തു. ഞങ്ങളുടെ അച്ഛൻ്റെ കേസ് മാത്രമല്ല, അതുപോലെ ഒരുപാട് കേസുകൾ ചേട്ടൻ പുറത്തു കൊണ്ടുവന്നു. ഉള്ളിൽ നന്മയുള്ള കളങ്കമില്ലാതെ സംതരിച്ചത് ഒരു IPS ഓഫീസർ, എൻ്റെ ചേട്ടൻ സിദ്ധാർത്ഥ് മേനോൻ IPS. ഈ വരുന്ന ഫ്രൈഡേ അച്ഛൻ്റെ കേസിൻ്റെ ലാസ്റ്റ് ഹിയറിംഗ്. അവർക്കുള്ള ശിക്ഷ നിയമം വിധിക്കും. പക്ഷേ അത് കാണാനുള്ള യോഗം ഈ മകൾക്കില്ലാതെ പോയി. അതിന് കാരണക്കാരൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേദാർ. കേദാർ അതാരാ? ഞാനും കേദാറും മീനാക്ഷി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട് കോളേജിലുള്ള എല്ലാവർക്കും അസൂയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൈറ്റ് കോളേജിലെ ഫംഗ്ഷന് കേദാറും മീനാക്ഷി എന്നെ വിളിക്കുന്നത്. ചേട്ടനും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി. അന്ന് ആ ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ച് മീനാക്ഷി എന്നെയും കുറച്ച് പേര് ഉപദ്രവിച്ചു. അവന്മാർക്കിട്ട് ഞാൻ കണക്കിന് കൊടുത്തു. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവന്മാരുടെ പ്രശ്നം അതോടെ തീർന്നു. അപ്പോഴേക്കും മറ്റൊരു പ്രശ്നം വന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ അജിത മാഡം. ഞാൻ ക്ലാസ്സിലും കയറാറില്ല, റെക്കോർഡും വയ്ക്കാറില്ല. മാഡം എന്നെ കയ്യോടെ പൊക്കി. കോളേജിലെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുമായിരുന്നു. അതുകൊണ്ട് കോളേജ് വൈകി ക്ലോസ് ചെയ്യുള്ളൂ എന്നും റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്നും മാം നിർബന്ധം പറഞ്ഞു. ഇത് കൂക്കി നീ ഇത് എഴുതി കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. ഞാനെന്നാ പോയിക്കോട്ടെ. നീ വിട്ടോ, ഇത് എഴുതി തീർത്തിട്ടേ ഞാനുള്ളൂ. ഇല്ലെങ്കിൽ ആ താടക എന്നെ വെച്ചേക്കത്തില്ല. ഇതെന്താ കേദാറിൻ്റെ മെസ്സേജ് ആണല്ലോ. എന്ത് ലൈബ്രറിയുടെ അടുത്ത റൂമിൽ പൂട്ടിയിട്ടേക്കൊന്നു? ഹലോ മോളെ, ഈ ലൈബ്രറി അതെവിടെയാ? ഞാനും ആ വഴിക്കാ ചേച്ചി. ചേച്ചി എൻ്റെ കൂടെ പോരെ. ഫ്രണ്ട് ഒരുത്തനെ അവിടെ അടുത്ത റൂമിൽ ആരോ പൂട്ടിയിട്ടെന്ന്. അവനെ തുറന്നു വിടാൻ പോവാ. അപ്പൊ ശരിയെന്നാ മോളെ, ബൈ. ചേച്ചി വരണോ? വേണ്ട ചേച്ചി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. കേദാർ അവനെ ഈ ക്ലാസ് റൂമിലില്ലല്ലോ. എന്താ കീർത്തി, പ്രതീക്ഷിച്ച ആള് വന്നില്ലേ? ഞങ്ങളുടെ നീ ഈ കോളേജിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? നിന്നെ ഇന്ന് ഞങ്ങൾ ശരിയാക്കി തരാടി. അന്ന് ഞങ്ങളെ നാണം കെടുത്തിയെന്നുള്ളത് നീ ഇന്ന് അനുഭവിക്കാൻ പോവാ. റോഷ മഹി വേണ്ടടാ, സസ്പെൻഷൻ ഇപ്പോൾ തീർന്നേ ഉള്ളൂ. ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോണ്ടടാ. നിനക്ക് വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഇതിലിടപെടാൻ വരണ്ട. നീ എങ്ങോട്ടാടി നീ ഓടുന്നേ? എവിടെ പോയടി നിന്റെ ധൈര്യമൊക്കെ? ഇന്ന് നീ ഇവിടെ കിടന്ന് അനുഭവിക്കും. ഇവിടെ കിടന്ന് ചാവടി നീ. അന്ന് അവിടുത്തെ ബഹളം കേട്ട് ജെസ്സി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുക്കി ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ചേച്ചി എന്നെ ഹോസ്പിറ്റലിലാക്കി. അന്നാണ് ചേച്ചിയും ചേട്ടനോ ആദ്യമായിട്ട് കാണുന്നത്. ഡോക്ടറും കുക്കിയും പറഞ്ഞു താൻ കാരണം അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേന്ന്. ഒത്തിരി താങ്ക്സ്. എങ്ങനെ തന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവര് ആ കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ തോന്നിയില്ല. ജസ്റ്റ് മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ. ഓക്കെ, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. ഞാൻ പറയുന്നത് വരെ നിങ്ങളാരും ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട. ഇതിൻ്റെ ബാക്കിലെന്തോ കളികൾ നടന്ന പോലെ. കളക്ടറായി അറേഞ്ച് ചെയ്ത മീറ്റിങ്ങിന് ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സർ, സാറിന്റെ വീട്ടിൽ നിന്ന് ആരും വരാനില്ലേ? ഞങ്ങൾക്കങ്ങനെ ആരും ഇല്ലടോ. അവൾക്ക് ഞാനും എനിക്ക് അവളും. സോറി, എനിക്ക് അറിയില്ലായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിന് തിരക്കുണ്ടെങ്കിൽ സാർ പോയിക്കോളൂ. ഞാൻ നോക്കിക്കോളാം കീർത്തിയെ. തനിക്കിങ്ങനെ ചോദിക്കാൻ തോന്നിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ നിന്നോളാം അവളുടെ അടുത്ത്. താൻ പോയിക്കോളൂ. തൻ്റെ അഡ്രസ്സ് ഒന്ന് പറയോ? PC തന്നെ വീട്ടിലാക്കും. ഓക്കെ സാർ, ഞാനെന്നാ പോവാം. ഇപ്പോൾ അനിയത്തിക്ക് കുഴപ്പമൊന്നുമില്ല. സാറ് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കേ. അതും പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് പോയെങ്കിലും ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് ചേച്ചി പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ ഒരാഴ്ചയും ചേച്ചി എന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നെ പതിയെ പതിയെ അവർ വല്ലാതെ എടുത്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ ചേട്ടനെ കുത്തിപ്പൊക്കി വിട്ടു ചേച്ചിയെ പ്രപ്പോസ് ചെയ്യാൻ. എടോ, താൻ വന്നിട്ട് ഒത്തിരി നേരമായോ? ഐ എം സോറി, ഞാൻ ട്രാഫിക്കിലൊന്ന് പെട്ടുപോയായിരുന്നു. ഏയ് ഇല്ല,
ഞാനെത്തിയിട്ടൊരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. സാറെന്താ കാണണമെന്ന് പറഞ്ഞത്? നമുക്ക് കുറച്ചങ്ങോട്ടൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ? അത് പിന്നീട് ഞാൻ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. എനിക്കങ്ങനെ ചുറ്റി വളഞ്ഞ് പറയാനൊന്നും അറിയത്തില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണോ? വിൽ യു മാരി മീ? സാറ് എണീറ്റേ. ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ക്ലോസ് ആയെന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. എടോ, അത് പിന്നെ ഐ എം സോറിഡോ. ഞാൻ തനിക്കെന്നെ ഇഷ്ടമല്ല, വേണ്ട. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ തന്നോട് പറയണമെന്ന് തോന്നിയത്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഐ എം റിയലി സോറി. എന്ന് കരുതി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത് താൻ ഒരിക്കലും കട്ട് ചെയ്യരുത്. സിദ്ധേട്ടോയ്, എങ്ങോട്ടായി പറഞ്ഞു പോകുന്നേ? കൂക്കി എന്നോട് എല്ലാം മുമ്പേ വിളിച്ച് പറഞ്ഞായിരുന്നു. ഒരു പാവം ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്, വിഷമിപ്പിക്കാതെ വിട്ടോളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ കരുതി തന്നെ ഒന്ന് ഞെട്ടിച്ചേക്കാണ്. എങ്ങനെയുണ്ട് IPS? എന്തായാലും കൊള്ളാം. ജെസി, ഡു ലവ് യു. അതിന് എന്തിനാ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? അങ്ങനെ കാര്യങ്ങളെല്ലാം ഹാപ്പി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിക്കൊരു മാരേജ് പ്രപ്പോസൽ വന്നു എന്ന് നാട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നത്. അതിനെ തുടർന്ന് താൻ ചേച്ചിയോട് സംസാരിക്കാതായെന്നും പറഞ്ഞു. പാവം ഒത്തിരി വിഷമിച്ചു. ഞാനും മീനാക്ഷിയാണെങ്കിൽ അവന്മാരെ തപ്പിയുള്ള നടത്തത്തിലായിരുന്നു. മൂന്നും സ്ഥലം വിട്ട് കളഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും വരാതിരിക്കില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവന്മാർക്കുള്ള കാത്തിരിപ്പായിരുന്നു. പിന്നെ കേതുവിൻ്റെ അച്ഛനും റോഷൻ്റെ അച്ഛനായുള്ള ബന്ധം ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് കേതു ഇതൊന്നും അറിയാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ റോഷൻ അവൻ നാട്ടിലെത്തിയെന്ന് ഞങ്ങൾ അറിയുന്നത്. ഞാനും മീനാക്ഷിയും അവനെ രഹസ്യമായി വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കണ്ടെത്തി അവൻ തനിച്ചു പോകുന്ന ആ സ്ഥലം. എൻ്റെ മീനാക്ഷി, ഇതെന്നാ വീടാ? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ നിനക്ക്? ആടി, അവൻ ഇവിടെ തന്നെയുണ്ട്. അവൻ്റെ ഡ്രഗ്സ് ഒളിപ്പിച്ച് വയ്ക്കുന്ന മെയിൻ കേന്ദ്രം ഇത്. ഇവിടെ അവൻ മാത്രമേ വരാറുള്ളൂ. അവൻ തേച്ചിട്ട് പോയ ആ പെണ്ണില്ലേ, അവളാ നമുക്ക് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നീ വാ, പിന്നെ നമുക്കൊരു സഹായത്തിന് വേണ്ടി ഞാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെന്തിനാ നീ എന്നോട് ചോദിക്കാതെ അങ്ങനെ ചെയ്തേ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മീനാക്ഷി. അതെന്തെങ്കിലും ആവട്ടെ, നീ പോവാ, കാര്യം നടന്നാൽ പോരെ. ഇരുട്ടായതുകൊണ്ട് മര്യാദയ്ക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. നമ്മളെവിടെയായാലും തട്ടിത്തളഞ്ഞ് വീഴോ എന്തോ. വീഴത്തൊന്നുമില്ല, നീ ഇന്ന് വാ. കുക്കി, ഞാൻ ഏൽപ്പിച്ച ആള് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവനോട് അടി നിർത്താൻ പറ മീനാക്ഷി. അത് കേദാറോ, അവൻ റോഷനല്ല. നമ്മുടെ കേദാറിനെ നമുക്ക് രക്ഷിക്കണം. കുക്കി, നീ എന്നോട് ഇങ്ങനെ. കേതു, ഐ എം സോറി. ഞാനൊന്നും അറിഞ്ഞോണ്ടല്ല. അവനെ കൊണ്ട് ഞാനും മീനാക്ഷി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. പക്ഷെ എൻ്റെ മനസ്സിൽ നിറയെ കുറ്റബോധമായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവനങ്ങനെയൊക്കെ വരാൻ കാരണം. കുക്കി, നീ എന്നോട് ഇങ്ങനെ. കേതു, ഐ എം സോറി. ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവനെ കൊണ്ട് ഞാനും മീനാക്ഷി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. പക്ഷെ എൻ്റെ മനസ്സിൽ നിറയെ കുറ്റബോധമായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവനങ്ങനെയൊക്കെ വരാൻ കാരണം ഞാൻ. നിയമം തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ചേട്ടനും ജെസി ചേച്ചി അതിന് സമ്മതിച്ചില്ല. അങ്ങനെ അവിടുന്ന് ജെസി ചേച്ചി എന്നെയും കൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് പോന്നു. അന്ന് ഞാൻ ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടെ അറിഞ്ഞു. എന്നെയും മീനാക്ഷിയൊക്കെ ചതിച്ചത് കേദാറായിരുന്നു എന്ന്. അന്ന് എനിക്ക് അപകടം വരാൻ കാരണം അവനായിരുന്നു എന്ന്. ബട്ട് ഞാനിപ്പോഴും അവൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കും. അവനെന്നോട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുക്കി, ഡോ, താനിങ്ങനെ കരയല്ലേ? താൻ കരഞ്ഞ എനിക്കെന്തോ സഹിക്കുന്നില്ല. വിജയൻ, വിഷമിക്കേണ്ട. ഞാൻ എനിക്കറിയില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ സങ്കടം വന്നുപോയി. താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഈ കുക്കിമുള്ള കണ്ണു നിറയാതെ ഈ വീഴ്ച നോക്കിക്കൊള്ളാം. ഒന്ന് ചിരിച്ചേ. ഇതാണ് നമ്മുടെ കുക്കി. ഈ കുക്കിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. താൻ വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും.
ഒന്ന് ഉറങ്ങിണീക്കുമ്പോഴേക്കും മനസ്സൊക്കെ ഒന്ന് ശാന്തമായിക്കോളും. എനിക്ക് നാളെ തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ തൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ താൻ ഒരിക്കലും വെറുക്കരുത്. എന്നാലും ഈ ബീച്ചൻ എന്താണാവോ എന്നോട് ഇന്ന് പറയാന്ന് പറഞ്ഞ് അതാലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല. ഇതെന്താ ബീച്ച കാലത്തെ തന്നെ കിച്ചണിൽ കയറിയോ? ഇന്ന് തനിക്ക് എൻ്റെ വക സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഹാ, അടിപൊളി. ഇവളെൻ്റെ കൺട്രോൾ കളയൂ ഭർത്താവേ. എന്താ ബീച്ച എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡോ കുക്കി, താൻ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഇനി എനിക്ക് വയ്യ പിടിച്ചു നിൽക്കാൻ. ബീച്ച അത് കുക്കി പ്ലീസ്, താനിപ്പോൾ എന്നോട് ഒന്നും പറയല്ലേ പ്ലീസ്. ഇത് ബീച്ചന്റെ ബെഡ്റൂം അല്ലേ? ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. എന്ത് ഭംഗിയെ കാണാൻ. കുക്കി, ഞാൻ പറയുന്നത് താൻ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ മനസ്സിലേക്കും എൻ്റെ ബെഡ്റൂമിലേക്കും ആദ്യമായി ഞാൻ ക്ഷണിച്ചിട്ട് കയറുന്ന പെണ്ണ് താന. ഇനി അങ്ങോട്ട് താൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന എൻ്റെ ആഗ്രഹം. ഈ ജീവിതകാലം മുഴുവൻ എന്നെ സഹിക്കാൻ താൻ തയ്യാറാണോ? അത് പിന്നെ ഞാനിപ്പോ എന്താ പറയാ, ഞാൻ തനിക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിലും എന്നെപ്പോലെ ഒരാണിനെ ഏത് പെണ്ണ് സ്നേഹിക്കാനാ? ഞാൻ അന്ന് തന്നോട് മോശമായി പെരുമാറിയതൊന്നും തനിക്ക് മറക്കാൻ പറ്റില്ല അല്ലേ? നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയ പിന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ ആരാ കേൾക്കുക? അത് പിന്നെ കുക്കി, ദേ ശരിക്കും കേട്ടോണം. കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. വർഗീസിന്റെയും ജാൻസിയുടെയും മകനായ ഈ വിച്ചുട്ടനെ കിട്ടാൻ ഈ കുക്കിക്ക് 100 വട്ടം സമ്മതം. ഡോ, എനിക്ക് ഇതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ട് എനിക്ക്. വിശ്വസിച്ചോ? ഇന്നു മുതൽ ഈ കീർത്തി വിച്ചുവിനുള്ളതാ. ഇന്നു മുതൽ നമ്മളൊന്നോ? അതെ ബീച്ച, അവിടെ ഒന്ന് നിന്നേ. അത് പിന്നെ കുക്കി, സോറി, ഞാൻ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാ. അതെനിക്കറിയാം. തനിക്ക് ഇഷ്ടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഇത് തന്നെ പണിയുന്നു. അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. എൻ്റെ കാലിലെ കെട്ട് എവിടെ പോയി? ബീച്ചനിപ്പോൾ നടക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. ഡോ, അത് പിന്നെ താൻ എന്നെ കൊല്ലരുത്. തന്നെക്കുറിച്ച് അറിയാനും തൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടോയെന്ന് അറിയാനും ആകെ ഉണ്ടായിരുന്ന വഴി ഇത് മാത്രമായിരുന്നു. അത്തെ ഡോക്ടർ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നെ. ഡോ കുക്കി പ്ലീസ്, താൻ എന്നോട് പിണങ്ങല്ലേ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ വീച്ച കക്കാൻ മാത്രം അറിഞ്ഞാൽ പോലും നിൽക്കാനും കൂടെ അറിയാം. ഇനി ഇമാതിരി മണ്ടത്തരങ്ങൾ കാണിക്കരുത്, കേട്ടല്ലോ? ഈ 2 ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നുപോയാലേ അറിഞ്ഞതേ ഇല്ല ഞാൻ. ഇപ്പം നൈറ്റ് ഇതാ 9 മണി. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിയും. താൻ പറഞ്ഞത് ശരിയാടോ? എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കടന്നുപോയേ. ശരിയാടോ, ഈ 2 ദിവസവും തൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സ് അതെനിക്ക് മറക്കാനേ പറ്റില്ല. കുക്കി, ഐ ലവ് യു. വീച്ച, അതിന് എന്തിനാ എൻ്റെ അടുത്തേക്ക് എങ്ങനെ വരുന്നത്? ഡോ കുക്കി, അത് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു തോന്നുന്നു. ഞാൻ കിച്ചൺ വരെ ഒന്ന് പോട്ടെ. തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ചുകൂടെ നേരം ഞാൻ അവിടെ നിന്നെങ്കിൽ എൻ്റെ കൺട്രോള് പോയേനെ. കുക്കി, ഡോ താൻ ഗ്യാസ് ഓഫ് ചെയ്തോ? ആ പിന്നെ ഓഫ് ചെയ്തു. നമുക്കെന്നാ പോയാലോ? ഡോ താൻ എങ്ങോട്ടേ ഓടുന്നേ? അത് പിന്നെ വീച്ച വേണ്ട. മമ്മി, ജസിമോളും കുക്കിയൊക്കെ എവിടെ? അവരെവിടെ പോയി? എൻ്റെ വിച്ചുട്ടാ, നീ ഇപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? അവരാ തോട്ടത്തിലുണ്ട്, അങ്ങോട്ട് ചെല്ല്. വിച്ചുട്ടൻ എത്തിയല്ലോ. വിച്ചു, ഇവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. ഇത് മീനാക്ഷി, കേദാർ,
പിന്നെ ഇത് നിന്റെ അളിയൻ സിദ്ധാർത്ഥ്. ഹായ് വിച്ചു, ഇവിടെ നമ്മളൊരു സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേതു സ്റ്റാർട്ട് ചെയ്യല്ലേ? നീ തന്നെ ചോദിക്കേ എല്ലാവരോട്. മീനാക്ഷി, അപ്പോൾ മോളെ പറഞ്ഞു, എന്തിനാ നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്? എന്ത് ചെയ്തു കുട്ടീന്ന്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടാ ഇതൊക്കെ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? മോളെ കുക്കി, ഇവളുടെ മനസ്സിലിരിപ്പ് നിനക്ക് അറിയാത്തോണ്ട എല്ലാത്തിനും കാരണക്കാരി ഇവളൊരൊറ്റ ഇരുത്തിയ മീനാക്ഷി. അപ്പോ നിങ്ങളെല്ലാം കണ്ടുപിടിച്ചല്ലേ? കൂക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞത് നീയാ അതിന് കാരണക്കാരിയെന്ന്. പിന്നെ ഹരിയങ്കളുടെ മുഖം ഓർത്തപ്പോൾ നിന്നെ പിടിച്ച് ജയിലിലിടാൻ തോന്നിയില്ല. ഒരു തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചു, എന്നിട്ടും നീ നിർത്തിയില്ല. വീണ്ടും നീ കേദാറിനെ ഉപദ്രവിച്ചു. ചെയ്ത എല്ലാ തെറ്റിന്റെയും ക്ലിയർ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ഒരു കാര്യം, എന്തിനു വേണ്ടി? അതിനുള്ള ഉത്തരം നീ തന്നെ പറയണം. കേദാറിന് വേണ്ടി, എല്ലാം അവന് വേണ്ടിയായിരുന്നു. അന്ന് കോളേജ് ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അന്ന് രാവിലെ കേദാർ എന്നെ കാണാൻ വന്നിരുന്നു. മീനാക്ഷി, നീ ഇന്ന് ഫ്രീ അല്ലേ? ഇന്ന് നൈറ്റ് നമുക്ക് ഇവിടേക്ക് കോളേജ് ഡേ ഫംഗ്ഷൻ കാണാൻ വന്നാലോ? എന്ത് പറയുന്നത്? അതിനെന്താ ചെയ്തു? നമുക്ക് വരാലോ. നമുക്ക് വന്ന് അടിച്ചു പൊളിച്ചു പോകാം. പിന്നെ നമുക്ക് കൂക്കി കൂടെ കൂട്ടാം. എനിക്ക് അവളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ? അവള് നൈറ്റ് പുറത്തു വരാൻ ചാൻസ് കുറവാണ്. എന്നാലും നോക്കാം. ആദ്യം നീ കാര്യം പറ, എന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. എടോ, എനിക്ക് കൂക്കിയോട് എന്തോ ഒരു ക്രഷ് മാതിരി. അത് ലവ് ആണോ ഒരു അട്രാക്ഷൻ ആണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എൻ്റെ ഈ ഫീലിങ്സിനെ പറ്റി അവളോടൊന്ന് പറയണം. പിന്നെ അവൾക്കും സെയിം ഫീലിങ്സ് എന്നോടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. കേതു, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എടോ, ഞാനിന്ന് കൂക്കിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾ എന്നോട് യെസ് പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? അവൾ എത്ര സ്പെഷ്യലാണെന്നറിയോ? അവൾ മറ്റാരെങ്കിലോടൊക്കെ അടുത്തിടപഴകുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഇറിറ്റേഷൻ. അതിനെയാണോ ലവ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾ പറയട്ടെ. എനിക്കൊന്നറിയാം, ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു ഫീൽ. അന്ന് കോളേജ് ഡേ ഫംഗ്ഷന് ഞങ്ങൾ പോയി. അവിടെ വെച്ച് ഞാൻ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ പിന്നെ കേദാറിന് കീർത്തിയോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ദിവസം എല്ലാ ചാൻസും ഒത്തുവന്നു. കൂക്കിനെ അജിത് മിസ് അവിടെ പിടിച്ചിരുത്തി. കേദാർ ബിസിനസ് ട്രിപ്പ് പോകുന്നു. ആ റോഷനുമായി ഞാൻ ഒത്തുചേർന്ന് കൂക്കിയെ ഉപദ്രവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കണ്ടുപിടിച്ചു. കേദാറിൻ്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ്, അവനെ ആരോ റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു. പാവം കൂക്കി ഓടിവെത്തി. നീ തീർന്നേനെ അവള്. പക്ഷെ അപ്പോഴേക്കാണ് ഈ ജെസ്സി കയറി വന്നത്. അന്ന് കൂക്കിയുടെ ഇഷ്യൂവിന് ശേഷം അവന്മാർ കൈയൊഴിഞ്ഞു. എന്നാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എനിക്ക് കിട്ടാത്ത ഇവനെ വേറെ ആർക്കും കിട്ടരുത്. ഇവനെ തട്ടിക്കളയാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. അതിനു വേണ്ടിയാ കൂക്കിയുടെയും കൂടെ സഹായം തേടി ഞാൻ അന്ന് ആ ബംഗ്ലാവിലേക്ക് പോയത്. ഞാൻ ഏർപ്പാടാക്കിയ ഗുണ്ടയാ അന്ന് അവിടെ കേദാറിനെ കുത്തിയതും. ബട്ട് എന്ത് ചെയ്യാം, രണ്ടിനും ആയുസിൻ്റെ ബലം കുറച്ച് കൂടിപ്പോയി. പിന്നെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചതിച്ചത് കേദാറാണെന്ന് ഞാൻ വരുത്തി തീർത്തു. എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്നെ തൊട്ട എൻ്റെ കൈ നാറും. ഇവിടെ നടന്ന് ചതിച്ചില്ല നീ. നിന്റെ ഇഷ്ടം ഒരിക്കലെങ്കിലും നീ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞേനെ അവനോട്. ഏതിനെ കിട്ടാനുള്ള ഒരു യോഗ്യത നിനക്കില്ല. അത് നീ മനസ്സിലാക്കിക്കോ. നിനക്കുള്ള ശിക്ഷ ഇനി നിയമം തരും. നിന്നെ കൊണ്ടുപോകാൻ പോലീസ് അവിടെ റെഡിയാ. എൻ്റെ മോളെ കിട്ടാനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഏറ്റുവാങ്ങിക്കും. എന്താ മക്കളെ, ഇവിടുന്ന് ഒരു പോലീസ് ജീപ്പ് പോകുന്നത് കണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ മമ്മീനെ എന്നെയും ഇങ്ങോട്ട് വിളിച്ചേ? അത് പിന്നെ പപ്പ, ഞങ്ങൾ ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകും. അതിനു മുമ്പ് ഒരു വിശേഷം പറയാനാണ് വിളിച്ചത്. കേദാറിന് കൂക്കി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂക്കിയുടെയും കേദാറിൻ്റെയും മാരേജ് ഞാൻ ഫിക്സ് ചെയ്തു. പിന്നെ എൻ്റെയും ജെസ്സിയുടെയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ നല്ലൊരു ഡേറ്റ് നോക്കിയിട്ട് അറിയിച്ചാൽ മതി. അതെന്തായാലും നന്നായി. ഞാൻ കല്യാണത്തിൻ്റെ കാര്യം പറയാനിരിക്കുമായിരുന്നു. എന്തായാലും നമുക്ക് കല്യാണം നല്ല ആഘോഷമായിട്ട് നടത്തണം, അല്ലേ ചായ? കൂക്കിയുടെ മാരേജ് കഴിഞ്ഞാൽ എൻ്റെയും ജെസ്സിയുടെയും മാരേജ് നടത്താൻ എനിക്ക് സമ്മതം.
അപ്പം എന്നാൽ അങ്ങനെ ആവട്ടെ, കുക്കിയുടെ മാരേജ് ആദ്യം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇവരുടെ 4 പേരുടെയും നടത്താം. 4 പേരുടെ മാരേജോ മമ്മി? അത് പിന്നെ നിൻ്റെയും സിദ്ധുവിൻ്റെയും വിച്ചുവിൻ്റെയും മെറിൻ്റെയും. എന്നാൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാവട്ടെ. ആദ്യം കുക്കിയുടെ മാരേജ് കഴിയട്ടെ. അപ്പോഴേക്കും ഞാൻ നല്ലൊരു ഡേറ്റ് നോക്കി വയ്ക്കാം. ശരി പപ്പ, ഞങ്ങൾ ഇന്ന് തന്നെ പോവാം. കല്യാണം കൂടിയിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനി ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ തിരിച്ചാലേ വൈകിട്ടാകുമ്പോഴത്തേനും ഞങ്ങൾ ബാംഗ്ലൂർ എത്തും. ശരി എന്നാ മോനെ, നിങ്ങളുടെ തിരക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞങ്ങൾ കുക്കിയുടെ മാരേജിന് ഒരാഴ്ച മുമ്പ് അവിടെ ഉണ്ടാവും. മക്കളെ പോവാൻ വരട്ടെ, എന്തായാലും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇനി അത്ര ലോങ് യാത്രയുള്ളതല്ലേ. നിങ്ങളമ്മ നടന്നോ? കൂക്കി ഡോ, താനൊന്ന് അവിടെ നിന്നേ. എനിക്ക് തന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ ഡോ, എന്തൊക്കെ നമ്മൾ ഈ കേൾക്കുന്നേ? ഞാനെല്ലാം പറയാൻ പോവാം മമ്മിയോടും പപ്പയോടും നമ്മുടെ കാര്യം. നമ്മുടെ എന്ത് കാര്യം പറയാൻ പോകുന്ന കാര്യം വീശൻ പറയുന്നേ? അതിന് നമ്മൾ തമ്മിൽ എന്താ? ദേ കൂക്കി, നീ എന്നെ വെറുതെ വട്ടാക്കരുത്. ഒന്നാമത്തെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ താളം തെറ്റി നിൽക്കുക. എൻ്റെ പൊന്നു വീച്ച, നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തെയൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കാമോ? അതൊക്കെ എൻ്റെ വെറും കുട്ടിക്കളിയായിരുന്നു. വീച്ചനത് അപ്പോഴത്തേനും സീരിയസ് ആക്കി എടുക്കുന്നത് ഞാൻ അറിഞ്ഞു. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നാമത്തെ ഞാൻ താളം തെറ്റി നിൽക്കുക. അടങ്ങ് വീച്ച, വീച്ചൻ കേട്ടതല്ലേ എല്ലാവരും പറയുന്നത്. പിന്നെ എൻ്റെയും കേദാറിൻ്റെ മാരേജ് അത് എൻ്റെ സമ്മതത്തോടെ. വീച്ചനായിട്ട് ഇക്കാര്യം പറഞ്ഞ് എൻ്റെ ജീവിതം തകർക്കരുത് പ്ലീസ്. ഓക്കെ ഡോ, താനിങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലതോ കൂക്കി. എനിക്ക് നീയില്ലാതെ പറ്റില്ല. പ്ലീസ് കൂക്കി, എന്നെ വിട്ട് നീ പോകരുത്. കേദാറിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കും. ഡോ, താൻ എന്തൊക്കെ പറയുന്നേ? തന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ പോവാ. ബീച്ച, എന്നോട് ക്ഷമിക്ക്. എനിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. ജാൻസി മമ്മിയുടെ വിശ്വാസം അത് ഞാനായിട്ട് തകർത്തൂടാ. കുക്കിമോളെ, ഇത് ലൂസി ആൻറ്റിയുടെ കയ്യിലൊന്ന് കൊണ്ടുകൊടുക്കും. നാളെ ലൂസി ആൻറ്റിക്ക് ഇടാനുള്ള സാരിയുടെ ബ്ലൗസാണ്. പിന്നെന്താ, ഞാൻ കൊണ്ടുകൊടുക്കാം ചേച്ചി. എൻ്റെ ജാൻസി, നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? ഇതൊക്കെയോ എൻ്റെ ലൂസി നീ പറയുന്നേ? എൻ്റെ ജാൻസി, നിങ്ങൾ ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാക്കാണോ? ആ കൊച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അത് പോയിട്ടില്ലല്ലേ? വിച്ചുവിൻ്റെ കൂടെ അവിടെ ഉണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ? എൻ്റെ മോളെ പൊട്ടത്തിയാക്കാനാ വിചാരം എന്നുണ്ടെങ്കിൽ ആ മനസ്സിലിരിപ്പങ്ങ് വാങ്ങി വെച്ചേക്ക്. വിച്ചു അവളെ കെട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ വല്ല പൊട്ടക്കിണറ്റിലും പിടിച്ച് താഴ്ത്തും. ലൂസി, നീ എന്തൊക്കെ പ്രാന്തായി വിളിച്ച് പറയുന്നേ? തൊട്ടാ പൊട്ടുന്ന പ്രായത്തിലുള്ള 2 പിള്ളേരെ അവിടെ നിർത്തിയിട്ട് പറയാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം ഞാൻ പറയുമ്പോഴാണ് എനിക്ക് പ്രാന്തല്ലേ? ആഘോഷിൻ്റെ ആങ്ങള എൻ്റെ മോൻ എൽദോന് വെച്ച പെണ്ണിനെ തട്ടിയെടുത്തു. ഇപ്പോൾ അവളും കൂടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് വന്നതല്ലേ, അഴിഞ്ഞാടി നടന്ന സാധനങ്ങളൊക്കെയാണ് വീട്ടിലേക്ക് പിടിച്ച് കയറ്റാൻ നോക്കുന്നത്. ബന്ധുക്കളെന്ന് പറയാനോ ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത സാധനങ്ങൾ. ആ കൂക്കിയുടെ തുലിവെളുപ്പും അവളുടെ കാശും കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ മയങ്ങിപ്പോയതിലാ എനിക്ക് വിഷമം. ലൂസി, മതി നിർത്ത്. നീ അതിര് കടക്കുന്നു. ഇനി ഒരു വാക്ക് പോലും എൻ്റെ പിള്ളേരെ പറ്റി നീ പറയരുത്. പിന്നെ കൂക്കി, അവളെന്താണെന്നും അവളെങ്ങനെയാണെന്നും ഈ ജാൻസിക്ക് നന്നായിട്ട് അറിയാം. അവളെപ്പറ്റി നീ ഇനി ഒരു അക്ഷരം പറഞ്ഞ ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾക്കുള്ളതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കുക്കിൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാനത് നടത്തിയിരിക്കും. ജാൻസി മമ്മിയുടെ വിശ്വാസത്തിൽ ഞാൻ തകർത്തല്ലോ ഈശ്വര. മോളെ, നീ എന്താ ഇവിടെ തനിച്ച് വന്ന് നിൽക്കുന്നേ? വാ, എല്ലാവരും നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ചേട്ടൻ്റെ പോവാൻ ധൃതി കൂട്ടി. ചേച്ചി, ഞാൻ വരുവാ. ഞാൻ ദേ ഈ സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ നോക്കി നിന്ന് പോയതാ. ഡാവിച്ചു, നീ ഇതെന്ത് ഭാവിച്ച? അവൻ്റെ ഒരു കോലം കണ്ടില്ലേ? നീ ഒന്ന് റെഡിയായി വന്നേ. നാളെ ആ കൂക്കിമോളെ കല്യാണം.
ഈ നേരത്തെങ്കിലും പോയാലാ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്തുള്ളൂ. ഫ്ലൈറ്റ് മിസ്സായ നിന്നെ ഞാൻ കൊല്ലും. എൻ്റെ ജാൻസി, നീ ഒന്ന് സമാധാനപ്പെട്. നമ്മൾ ഫ്ലൈറ്റിനല്ലേ പോകുന്നത്, ടപ്പേന്ന് പറഞ്ഞ് അങ്ങ് എത്തും. ചോ, എന്ത് കോലാടത്. 1 മാസമായില്ലേ നീ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളങ്ങോട്ട് പോയാൽ മതി, ഞാനൊന്നുമില്ല ആരുടെയും കല്യാണത്തിന്. ദേ ബിച്ചു, കളിക്കല്ലേ. നീ പോയി റെഡി ആയിട്ട് വാ. നമുക്ക് ഇപ്പം തന്നെ പോകണം. അവൻ വന്നോളൂ, നീ ഒന്ന് മിണ്ടാതിരിക്കും. കുക്കിമോളെ, എന്തിരിപ്പത്? നാളെ നിന്റെ കല്യാണമല്ലേ? ദേ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. നാട്ടിൽ നിന്ന് മമ്മിയും പപ്പയും വന്നിട്ടുണ്ട്. നീ ഇങ്ങനെ ഇരുന്ന അവരെല്ലാവരും എന്ത് വിചാരിക്കും? ചേച്ചി അങ്ങോട്ട് പോയിക്കോ, ഞാൻ എത്തിക്കോളാം. വീച്ചൻ വന്നിട്ടുണ്ടാവില്ല ഇനി. എനിക്ക് വീച്ചനൊന്ന് കണ്ടാൽ മതി, എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതി. വീച്ചനില്ലാതെ എനിക്ക് പറ്റില്ല. ഇനി ഇത് തുടർന്ന ചിലപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തന്നെ കളയേണ്ടി വരും. വീച്ച, ഐ എം സോറി, വീച്ചനില്ലാതെ എനിക്ക് പറ്റില്ല. കുക്കി, നീ മാറി നിൽക്ക്. നാളെ നീ മറ്റൊരു തന്നെ ഭാര്യയാവേണ്ടവളാ. വീച്ചനില്ലാതെ എനിക്ക് പറ്റില്ല. ഐ ലവ് യു. കുക്കി, നീ എന്നെ ഇങ്ങനെ കരയിക്കില്ല. നീ പോയിക്കോടുന്ന്, ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിന് അടിയോ, ഇവളെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണമെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഞങ്ങളത് തടയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? മക്കളെ, നിങ്ങളുടെ സന്തോഷവും ഇഷ്ടമൊക്കെയല്ലേ ഞങ്ങൾക്ക് വലുത്. നിങ്ങൾ ഇഷ്ടമല്ലാത്ത ജീവിതം തിരഞ്ഞെടുത്ത് ജീവിതകാലം മുഴുവൻ നരകിക്കുന്നത് കാണാൻ ഒരു അച്ഛനും അമ്മയും താല്പര്യപ്പെടില്ല. നിങ്ങളുടെ ഇഷ്ടം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. പിന്നെ ഇന്നിവിടെ നടക്കാൻ പോകുന്നതേ ആരതിയുടെയും കേദാറിൻ്റെ മാരേജാ. കേദാറിൻ്റെ മുറപ്പെണ്ണ ആരതി. അവൾക്ക് അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ ദേ വന്നല്ലോ അവര്. എൻ്റെ കൂക്കി, നിൻ്റെ ഒരു കാര്യം, നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ അപ്പോഴേ പറയായിരുന്നില്ലേ? നിങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടു നിങ്ങളെ ഇവിടെ വരെ ഒന്ന് എത്തിക്കാൻ. പറയാൻ മറന്നുപോയി, ഇതാണ് ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന കുട്ടി, ആരതി. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? സത്യത്തിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനൊരു ഫാമിലി. നിങ്ങളുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാം നിങ്ങളെ ഒന്നിപ്പിക്കാൻ. എൻ്റെ വർഗീസ് അച്ചായോ, ഇപ്പോഴേ എനിക്കൊന്ന് സമാധാനമായി. നമ്മുടെ 2 മക്കളുടെയും കല്യാണം നല്ല രീതിയിൽ നടന്നു. അതേടോ, ഇന്ന് മുതൽ അവർ പുതിയൊരു ജീവിതം ആരംഭിക്കല്ലേ. എല്ലാം നല്ലതായി നടക്കട്ടെ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ആ ഫോണിൽ നിന്ന് ഒന്ന് കണ്ണെടുക്കൂ. ഞാനിവിടെ വന്നിട്ടേ 1/2 മണിക്കൂറായി. ചേടാ, എൻ്റെ ജെസ്സിക്കൊച്ചിന് ദേഷ്യം വന്നോ? തൻ്റെ ഈ ദേഷ്യം മാറ്റാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വിട്ടങ്ങോട്ട്. ഇത്ര നേരം ഫോണിൽ നോക്കിയിരിക്കായിരുന്നില്ലേ? ഇനി അത് തന്നെ പോയി ചെയ്തു. സോറിടോ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുതാൻ. എടോ, സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് തന്നെ കിട്ടിയതിൽ. ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയെന്നറിയാം. വെയിറ്റ് ഇടാതെ ഇങ്ങോട്ട് വാടോ ജെസ്സി വെച്ച്. ഡോ ജെസ്സി, ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? ഈ വീച്ചനിത് എവിടെ പോയി? ഇങ്ങനെ ഈ റൂമിലൊന്നും കാണാനില്ലല്ലോ. കുക്കി, ഐ ലവ് യു. ഇതെന്ത് കഷ്ടം എൻ്റെ വീച്ച, പേടിപ്പിച്ച് കളഞ്ഞല്ലോ മനുഷ്യനെ. ഇതൊക്കെ എന്ത്? വീച്ച, എനിക്കിതൊന്നും സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്വപ്നം കണ്ട ലൈഫ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുക. അതെ കുക്കി, ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോവാ. കുക്കി, ഇന്ന് എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ പെണ്ണായി മാറാൻ പോവാ.